ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ ടേസ്റ്റ് ട്രിപ്സ് ടിപ്സ്. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ഒരു സാധാരണയായിട്ടുള്ള നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റമാണ് പൂരി. നല്ല ക്രിസ്പി ആയിട്ടുള്ള പപ്പടം പോലെ പൊള്ളി വരുന്ന പൂരി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഇത് അറിഞ്ഞൂടാത്തവർക്ക് വേണ്ടിയിട്ടാണ്. ഒട്ടുമിക്ക ആൾക്കാർക്ക് എങ്ങനെ ചെയ്യുന്നതെന്ന് അറിയായിരിക്കും. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 2 കപ്പ് ഗോതമ്പ് മാവ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ക്രിസ്പിനെസ്സിന് വേണ്ടിയിട്ട് ഞാൻ ചേർക്കുന്നത് റവയാണ്. 1.5 ടേബിൾ സ്പൂൺ റവയാണ് ഞാനിവിടെ ചേർക്കുന്നത്. 2 കപ്പിന് 1.5 ടേബിൾ സ്പൂൺ റവ ഞാൻ എടുത്ത് ചേർക്കുന്നത്. നോർമലി നമ്മൾ ഉപ്പുമാവ് ഉണ്ടാക്കുന്നതിന് ഉപയോഗിക്കുന്ന റവ തന്നെയാണ് ചേർക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കാം. ഒരു 1/2 ടീസ്പൂൺ ഉപ്പാണ് ഞാനിവിടെ ചേർക്കുന്നത്. ഇത് കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. റവ എല്ലാ ഭാഗത്തേക്കും, മാവിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഒരുപോലെ എത്തുന്നതിനായിട്ട് നമ്മൾ കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ശേഷം ഞാനിവിടെ ഒരു കപ്പിൽ നിറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. നമുക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ച് പുട്ടിന് കുഴയ്ക്കുന്നത് പോലെ ആദ്യം കുറേശ്ശെ ഒഴിച്ച് കുഴച്ച് തുടങ്ങാം. ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. പുട്ടിനൊക്കെ നമ്മൾ സാധാരണ കുഴയ്ക്കുന്നതിൻ്റെ കൂട്ട് കുറച്ച് മാവായിട്ടിട്ട് വേണം മിക്സ് ചെയ്യാനായിട്ട്. ഒരുമിച്ച് വെള്ളം എടുത്ത് ഒഴിച്ചു കഴിഞ്ഞാൽ കൂടിപ്പോവും. ഇത് എപ്പോഴും ചപ്പാത്തിയുടെ അത്രയും ലൂസ് ആവേണ്ട കാര്യമില്ല. മാവ് കുറച്ച് ടൈറ്റായിട്ട് വേണം ഇരിക്കാൻ. അപ്പോൾ ഒരുപാട് ലൂസായി പോകരുത്. പൂരിയുടെ മാവ് അത് പ്രത്യേകം ശ്രദ്ധിക്കണം. കുറച്ച് ടൈറ്റായിട്ട് വേണം മാവ് ഇരിക്കാൻ. അപ്പോൾ കുറേശ്ശെ വെള്ളം ഒഴിച്ച് വേണം കുഴച്ചെടുക്കാൻ. ഇപ്പോൾ ഓൾമോസ്റ്റ് മാവ് കുഴച്ചിട്ടുണ്ട്. നല്ല ടൈറ്റായിട്ടാണ് ഞാനിവിടെ കുഴച്ചിരിക്കുന്നത്. ഇനി കുറച്ചും കൂടെ ഉള്ളൂ. അതിനും കൂടെ കുറച്ച് വെള്ളം, വളരെ 1 സ്പൂൺ വെള്ളം ഒന്നൊഴിച്ചിട്ട് ബാക്കിയുള്ള ആ പൊടിയും കൂടെ ഒന്ന് കുഴച്ചെടുക്കുക. അതൊന്ന് ബൈൻഡ് ചെയ്ത് ഒരു ഉരുള പോലെ ആക്കാൻ പറ്റിയാൽ മതി. ഇനി ഒരുപാട് ലൂസ് ആവരുത്. അപ്പോൾ എന്നിട്ട് ബാക്കി എല്ലാം കൂടെ ചേർത്ത് കുഴച്ചെടുക്കണം. ഇനി എല്ലാ മാവും കൂടെ ഇട്ട് ചേർത്ത് കുഴച്ചെടുക്കുക. ഇങ്ങനെ ടൈറ്റായിട്ട് വേണം പൂരിയുടെ മാവ് കുഴയ്ക്കാൻ. ഒരുപാട് അങ്ങ് ടൈറ്റായി പോകണമെന്നല്ല. ഈ ഒരു ലൂസായിട്ട് പൊടിയായിട്ട് കിടക്കുന്നതിലെല്ലാം കുറച്ച് വെള്ളം കുടഞ്ഞു കൊടുക്കുക. അതിനുശേഷം ഒന്ന് ഉരുള പോലെ ആക്കിയെടുക്കുക. ഒന്ന് പ്രസ് ചെയ്ത് ഉരുള പോലെ ആക്കിയെടുക്കുക. ഇനി ഇതെല്ലാം കൂടെ ഇട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം. ഇതിപ്പോൾ ഞാൻ നന്നായിട്ട് ഒരു 5 മിനിറ്റ് ഇതുപോലെ ഇട്ട് ഒന്ന് കുഴച്ചെടുക്കണം. നന്നായിട്ട് എല്ലാം ഒരു ബോൾ പോലെ ആക്കി നന്നായിട്ട് കുഴച്ചെടുക്കുക. അതിനുശേഷം നമുക്ക് കുറച്ച് എണ്ണയും കൂടെ തടവി കൊടുക്കാം. കയ്യിൽ കുറച്ച് എണ്ണ ഒഴിക്കുക. ഒരു സ്പൂണോളം എണ്ണ ഒഴിച്ചിട്ട് വീണ്ടും അതുപോലെ തന്നെ കുഴച്ചെടുക്കാം. ഞാൻ കുഴച്ച് നല്ലപോലെ ഒരു ബോളാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കൊരു 1/2 മണിക്കൂർ വെയിറ്റ് ചെയ്യണം. അതുവരെ നമുക്ക് ഇത് ഡ്രൈ ആയി പോകാതിരിക്കാനായിട്ട് കയ്യിൽ കുറച്ച് എണ്ണ എടുത്തിട്ട് മുകളിലൊന്ന് തടവി കൊടുക്കുക. അതിനുശേഷം ഒരു പാത്രം വെച്ച് അടച്ച് വയ്ക്കാം. ഒരു 1/2 മണിക്കൂർ നമുക്ക് വെയിറ്റ് ചെയ്ത ശേഷം പൂരി ഉണ്ടാക്കാൻ തുടങ്ങാവുന്നതാണ്. ഒരു 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. മാവെല്ലാം നല്ല പാകത്തിനായി വന്നിട്ടുണ്ട്. ഇനി ചെറിയ ഉരുളകളാക്കി എടുക്കാം. ഒരു ചെറുനാരങ്ങ വലുപ്പത്തിലുള്ള ഉരുളകളായിട്ടാണ് ഞാൻ എടുക്കുന്നത്. ഈ ഒരു ഉരുള കൊണ്ട് ഒരു മീഡിയം സൈസുള്ള പൂരി ഉണ്ടാക്കിയെടുക്കണം. മാവെല്ലാം ഞാൻ ചെറിയ ഉരുളകളാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കുറച്ച് ഗോതമ്പ് മാവ് എടുത്ത് സൈഡിൽ വെക്കുക. അതിലേക്ക് ഗോതമ്പ് മാവിൽ മുക്കിയിട്ട് നമുക്ക് പരത്തിയെടുക്കാവുന്നതാണ്. ഒരുപാട് കനം കുറഞ്ഞു പോകരുത് പരത്തി വരുമ്പോൾ. അതുപോലെ തന്നെ ഒരുപാട് കനത്തിലാവരുത്. ഒരു മീഡിയം തിക്നെസ്സിൽ പരത്തിയെടുക്കണം.
ഇതിപ്പോൾ ഞാൻ പരത്തിയെടുത്തിട്ടുണ്ട്. ഈ ഒരു തിക്നെസ് ഉണ്ടായിരിക്കണം പൂരിക്ക്. ഒരുപാട് തിന്നാവുകയും ചെയ്യരുത്, ഒരുപാട് കട്ടിയാവുകയും ചെയ്യരുത്. ഒരു മീഡിയം തിക്നെസ്സിൽ പരത്തിയെടുക്കുക. ഇതുപോലെ ബാക്കിയെല്ലാം നമുക്ക് പരത്തിയെടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഫ്രൈ ചെയ്യാം. ഫ്രൈ ചെയ്യുന്നതിനായിട്ട് ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ എടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ പൂരി മുങ്ങിക്കിടക്കാനുള്ള എണ്ണ വേണം. അതുപോലെ തന്നെ നന്നായിട്ട് ചൂടാവുകയും വേണം. എണ്ണ നല്ലപോലെ ചൂടാവുകയും വേണം. ആ ഒരു പൂരിയുടെ ഒരു ചെറിയൊരു പീസ് എടുത്തിട്ട് നോക്കുക, അത് റെഡിയായി വന്നു. ഉടനെ തന്നെ ഇട്ട് കഴിയുമ്പോൾ തന്നെ, മാവ് ഇട്ട് കഴിയുമ്പോൾ തന്നെ പൊങ്ങി വരണം. അതാണ് അതിൻ്റെ ചൂടിൻ്റെ പാകം. ഇപ്പോൾ കറക്റ്റായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ പൂരികളായിട്ട് ഇട്ട് കൊടുക്കാം. ഇത് പപ്പടം പോലെ ഇങ്ങനെ പൊങ്ങി വരും. പൊങ്ങി വന്നു കഴിഞ്ഞാൽ ഒരു കുറച്ച് നേരം ഒരു 10-15 സെക്കൻഡ് ഒന്ന് വെയിറ്റ് ചെയ്ത ശേഷം നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാവുന്നതാണ്. ഗോൾഡൻ കളറായി വരുന്നിടം വരെ, ബ്രൗൺ നിറം ആവരുത്, ചെറിയൊരു ഗോൾഡൻ കളറായി വരുന്നിടം വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. തീ ഇപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലാണ് ഞാൻ വെച്ചിരിക്കുന്നത്. നല്ല ചൂടുണ്ടായിരുന്നു. അപ്പോൾ ഈ പൂരി എടുത്ത ശേഷം ജസ്റ്റ് ഒരു 10 സെക്കൻഡ് വെയിറ്റ് ചെയ്യുക. ഒന്നും കൂടെ ആ എണ്ണ ഒന്ന് ചൂടാകാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. അതിനുശേഷം മാത്രം നമ്മൾ അടുത്ത പൂരി ഇട്ട് കൊടുത്താൽ മതി. അപ്പോഴത്തേനും കറക്റ്റ് ചൂടിലായിട്ട് വരും. ഇപ്പം നല്ല പപ്പടം പോലെ നല്ല പൊള്ളി വന്ന പൂരിയാണ് കിട്ടിയിരിക്കുന്നത്. നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതൊന്നുകൂടി തിരിച്ചിടണമെങ്കിൽ തിരിച്ചിട്ട് കൊടുക്കാം. ഇതുപോലെ എണ്ണ കോരി മുകളിലേക്ക് ഒഴിക്കുമ്പോൾ ആ ഒരു സൈഡ് കുറച്ചും കൂടെ ക്രിസ്പി ആയിട്ട് ഗോൾഡൻ കളറായിട്ട് വരും. അപ്പോൾ ഇതൊക്കെയാണ് നല്ല പൂരി ഉണ്ടാക്കുന്നതിനുള്ള ചെറിയ ടിപ്സ് എന്ന് പറയുന്നത്. പിന്നെ എണ്ണ പുറത്ത് വീഴാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു ഫ്രൈയിങ് പാൻ എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇനി ഇതുപോലുള്ള പാത്രത്തിൽ കുറച്ച് റിസ്ക്കാണ്. അപ്പോൾ തുടക്കക്കാരൊക്കെ ചെയ്യുമ്പോൾ നല്ലൊരു ഫ്രൈയിങ് പാൻ, കുഴിയുള്ളൊരു പാത്രം എടുക്കുക. അതിലാകുമ്പോൾ വളരെ സേഫായിട്ട് ചെയ്യാൻ പറ്റും. ഇതൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരോ അല്ലെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരോ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്യുക. ബെല്ലൈക്കൺ പ്രസ് ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഞാൻ ഇടുന്ന നെക്സ്റ്റ് വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. അപ്പോൾ ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ പൂരി മസാലയുടെ വീഡിയോയും കൂടെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. രണ്ടും കൂടെ ഒരുമിച്ചാണ് പ്ലാൻ ചെയ്തത്. വീഡിയോ ലോങ് ആയി പോയതുകൊണ്ട് 2 വീഡിയോസ് ആക്കിയെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ പൊട്ടറ്റോ ഭാജി അല്ലെങ്കിൽ പൂരി മസാല ഞാൻ ചെയ്യുന്നുണ്ട്. അത് റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ തന്നെയാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ പൂരിയും മസാലയും കൂടെ ഉള്ളൊരു കോമ്പിനേഷൻ ആണെങ്കിൽ ഈ 2 വീഡിയോസും കാണണം. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഷെയർ ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഓൾ ഫോർ വാച്ചിങ് മൈ വീഡിയോ.